ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ക്ലാസ് പോലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ചിലവഴിക്കുക ഡൗട്ട് ക്ലിയറിങ്ങിലായിരിക്കും. അതായത് നമ്മുടെ സ്റ്റുഡൻസിന് പലതരത്തിലുള്ള ഡൗട്ടുകളുണ്ടാവും. അത് ഒരു ഡൗട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അതിങ്ങനെ പോയി വേറൊരു ട്രാക്കിലേക്ക് എത്തി, പിന്നെ അത് അടിയായി പിടിയായി അല്ലേ. അങ്ങനെ ഡൗട്ട് ക്ലിയറിങ് എന്ന് പറയുന്നത് വളരെ ചില സമയങ്ങളിൽ വളരെ സുഖകരമായിട്ടുള്ളൊരു സംഭവവും, എന്നാൽ ചില സമയങ്ങളിൽ എന്താ പറയുക, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡൗട്ട് ക്ലിയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഏത് സമയവും ഡൗട്ടുകൾ വരാവുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ കൂടുതലും നമ്മൾ പലതരത്തിലുള്ള ഡൗട്ടുകളിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവർക്ക് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവർക്ക് അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൻ്റെ ഒരു ഡിഫറൻസ് അറിയാത്തതാണ് പ്രശ്നം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിക്കും, അവർക്ക് ഈ ഡിഫറൻസ് അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരോട് നമ്മൾ പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ ഇത് കൂടുതൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവും എന്നുള്ളത്. കാരണം ചില ഡൗട്ടുകൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ, എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും ഈ ഒരു ഡിഫറൻസ് മനസ്സിലാവാത്തത് കാരണം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് പോലും അറിയുന്നില്ല. എല്ലാവരും ധരിക്കുന്നത് എന്താണ്, എല്ലാം ഒരേ ഇംഗ്ലീഷാണ് അല്ലേ. അതായത് ഇപ്പോൾ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതും പിന്നെ ഒരു സാധാ ഒരു ചാറ്റ് ചെയ്യുന്നതും ഒന്നാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇനി അതല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ്, അവർ ഇഷ്യൂ ചെയ്യുന്ന ലെറ്റേഴ്സ്, ഇനി അതും അല്ലെങ്കിൽ മറ്റ് അങ്ങനെ ബിസിനസ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള ടേംസ് അല്ല, ഇതെല്ലാം ഇംഗ്ലീഷ് അല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം ഡിഫറെൻറ്റ് ഇംഗ്ലീഷാണ്. മാത്രവുമല്ല, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ചരിത്രം പറഞ്ഞ സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, എങ്ങനെയാണ് ഈ ഡിഫറൻസ് വന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചരിത്രം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് നിങ്ങളെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഇംഗ്ലീഷ് തമ്മിലുള്ള ഡിഫറൻസ്. ശരിക്കും മലയാളവും ഇതേ തരത്തിലുള്ള ഡിഫറൻസുകളുണ്ടല്ലേ. കാസർഗോഡ് ഉപയോഗിക്കുന്നതാവില്ല തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്നത്, അതായിരിക്കില്ല പത്തനംതിട്ട ഉപയോഗിക്കുന്നത്, അതായിരിക്കില്ല പാലക്കാട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല ഡിഫറൻസുകളുണ്ട് നമ്മളെ മലയാളം ലാംഗ്വേജിൽ തന്നെ. ഇതിൽ തന്നെ ഉള്ള ഡിഫറൻസുകൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി ഇത് മാത്രമല്ല, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ, കനേഡിയൻ ഇംഗ്ലീഷ് ഉണ്ട്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഉണ്ട്, സ്വീഡിഷ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇംഗ്ലീഷുകളുണ്ട്. അതിലുള്ള മാറ്റങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും. ഇത് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു കാരണമുണ്ട്. ആ കാരണം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അതായത് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാഷ എന്ന് പറയുന്നത്, അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് പറയുന്നത് വളരെ ശുദ്ധിയുള്ളൊരു ലാംഗ്വേജാണ്. ഏത് പദവും നമ്മൾ വളരെ ശുദ്ധിയോടുകൂടെയാണ് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് കൂടുതലും മലയാളം ഉപയോഗിക്കാനാണ് ശ്രമിക്കാറുള്ളത്. കാരണം നമ്മുടെ കുട്ടികൾ കൂടുതൽ നല്ല മലയാളം അറിയണം എന്നുള്ള ഒരു നിബന്ധന എനിക്കുണ്ട്. ഇംഗ്ലീഷും പഠിക്കാം, മലയാളവും പഠിക്കാം അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് പറയുന്നത് വളരെ അതിൻ്റെ ശുദ്ധിയോടുകൂടി അങ്ങനെയാണ് നമ്മൾ ശീലിക്കുന്നത്. അപ്പോൾ ഏതൊരു ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്ന സമയത്തും ആ ഒരു ശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്നാൽ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ അല്ല ഹിന്ദിയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു മലയാളം ടച്ച് ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ കൂടുതൽ ശുദ്ധിയോടുകൂടി പാടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് എല്ലാം അത് പിന്തുടരുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. എന്നാൽ നമ്മൾ എഴുതുന്നത്, നമ്മൾ പഠിക്കുന്നത്, നമ്മളിപ്പോൾ ആർട്ടിക്കിൾസ്, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നത്, ഇതെല്ലാം ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ മിക്സ്ഡാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുമൂലം നമുക്ക് പലതരത്തിലുള്ള കൺഫ്യൂഷനും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
ആദ്യമായിട്ട് ഇതിൽ വരുന്നത് വൊക്കാബുലറി ഡിഫറൻസ് ആണ്, പദങ്ങളുടെ ഉപയോഗത്തിലുള്ള മാറ്റം. എന്ന് വെച്ചാൽ ഇപ്പോൾ മലയാളം, നിങ്ങളുടെ മലയാളത്തിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കുക. കാസർഗോഡ് ഉപയോഗിക്കുന്ന വേർഡ്സ് തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്ന വേർഡ്സ്, ചിലപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നൊരു വേർഡ്, അതായത് കാസർഗോഡ് ഉപയോഗിക്കുന്നൊരു വേർഡ്, അതേ വേർഡ് തിരുവനന്തപുരത്ത് ഉപയോഗിക്കുന്നത് സെയിം പേർപ്പസിനായിരിക്കില്ല. അവിടെ ഇതിനെങ്ങനെയല്ല പറയുക, ഇതിന് എങ്ങനെയാണ് പറയുക, അങ്ങനെ ഡിഫറൻസുകളുണ്ടാകും. ഈ ഒരു ഡിഫറൻസ് അമേരിക്കൻ ഇംഗ്ലീഷിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും ഉണ്ടാവാറുണ്ട്. കൂടുതൽ കൺഫ്യൂഷൻസും ഇങ്ങനെ വരാറുമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് എന്ന വേർഡ്, ഓക്കെ, ഫ്ലാറ്റ് ഇത് അമേരിക്കൻ ഇംഗ്ലീഷിൽ അപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത്. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൂടെ അവരുടെ ഒരു പ്രയോഗം എന്ന് പറയുന്നത് അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും കൂടുതലുള്ളത്. അതേപോലെ നമ്മൾ ലോറി എന്ന് പറയുന്ന വേർഡ്, ലോറി അല്ലേ, ലോറി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അവർ ഉപയോഗിക്കുന്നത് ട്രക്ക് എന്ന വേർഡാണ്. അങ്ങനെ പലതരത്തിലുള്ള വേർഡ്സുകളുണ്ട്. ഇനി നമ്മൾ ഹോളിഡേ എന്ന വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ഹോളിഡേക്ക് പകരമായിട്ട് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് വെക്കേഷൻ എന്ന വേർഡ്. നമ്മൾ പോസ്റ്റ് ബോക്സ് എന്ന വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് മെയിൽ ബോക്സ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള ഡിഫറൻസുകളുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ എന്ന വേർഡിന് പകരമായിട്ട് സോക്കർ എന്ന വേർഡ് ഉപയോഗിക്കുക. അങ്ങനെ പലതരത്തിലുള്ള ഡിഫറൻസുകൾ, വേർഡ്സിൻ്റെ ഡിഫറൻസുകൾ അമേരിക്കൻ ഇംഗ്ലീഷിലും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും ഉണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട ഒരു ഡിഫറൻസ് തന്നെയാണ് വൊക്കാബുലറി തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു അവസരം നൽകുന്ന ഒരു സംഭവമാണ് ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഡിഫറൻസ്, ഗ്രാമർ ഡിഫറൻസ്. ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന ആർട്ടിക്കിൾസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇനി അതല്ല നമ്മൾ എന്തൊക്കെ എഴുതുന്നുണ്ടോ അതെല്ലാം നമ്മൾ കൂടുതലായിട്ടും കാണുക ബ്രിട്ടീഷ് ഇംഗ്ലീഷിലായിരിക്കും. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ ആവില്ല നമ്മൾ അത് കാണുന്നത്. നേരെ മറിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, ഇപ്പോൾ ഹോളിവുഡ് സിനിമകളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതിൽ കൂടുതലും നമ്മൾ കാണുന്നത് ഈ ഒരു അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ശക്തമായിട്ട് അത് ഫോളോ ചെയ്യണമെന്നുണ്ട്, നിർബന്ധമാണ്. ഇപ്പോൾ ചില ആളുകൾ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് നിബന്ധനകളുണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള ആളുകളോടൊക്കെ പറയും, നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പറയുന്ന ഈസി മെത്തേഡ്സ് എല്ലാം ഓക്കെ, പക്ഷേ എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. അവിടെ അത് തന്നെ ഉപയോഗിക്കണം, ഇവിടെ ഇത് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ അതായത് ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഈ ഒരു ഡിഫറൻസ്. ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരോട് സജസ്റ്റ് ചെയ്യുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ക്ലാസ്സുകളിൽ നമ്മളത് പറയുന്നുണ്ട്, ഈ ഒരു ഡിഫറൻസുകളും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് ഏറ്റവും നല്ലത് അമേരിക്കൻ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ്. അത് ഈ ഒരു പോയിന്റ് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഗ്രാമാറ്റിക്കലായിട്ടുള്ള കുറച്ച് ഡിഫറൻസുകൾ പറയും. അതിലൊന്നാമത്തേതാണ് ഇപ്പോൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയും, ഒരു കൂട്ടത്തെ പറയുന്നതിന് വേണ്ടിയിട്ട്. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും മാറാം. അതായത് സിംഗുലർ ആവാം അല്ലെങ്കിൽ പ്ലൂരൽ ആവാം. അത് ഡിപ്പെൻസ് ആണ്, നമ്മളത് കണ്ടുപിടിക്കണം ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി അത് അമേരിക്കൻ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് കളക്റ്റീവ് നൗൺസ് എപ്പോഴും സിംഗുലർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ദ ബാൻഡ് എന്ന് പറയുന്നത്, ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് അല്ലേ, ദ ബാൻഡ് ഈസ് പ്ലേയിങ് എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ എപ്പോഴും പറയാം. അത് ഈസ്, കളക്റ്റീവ് നൗൺ എവിടെ കാണുന്നുണ്ടോ അവിടെ നമുക്ക് ഈസ് ഉപയോഗിക്കാം, അമേരിക്കൻ ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ. എന്നാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ അത് ബാൻ ആർ എന്ന രീതിയിലാവും. അങ്ങനെ കളക്റ്റീവ് നൗൺസിൽ മാറ്റം വരും. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും സിംഗുലർ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും സിംഗുലർ ഫോളോ ചെയ്താൽ മതി അമേരിക്കൻ ഇംഗ്ലീഷിൽ. ഇനി അതേപോലെ ഒരു ഡിഫറൻസ് ആണ് പ്രീപോസിഷൻസിലുള്ള മാറ്റം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലേസ്, ടൈം, ഇതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രീപോസിഷൻസ് അറ്റ് എന്നായിരിക്കും. ഓക്കെ, എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇത് ചില സമയങ്ങളിൽ മാറാറുണ്ട്. ഇൻ എന്നുള്ള രീതിയിൽ, ഓൺ എന്ന രീതിയിൽ മാറാറുണ്ട്. ഓക്കെ, ഞാൻ അധികം കണ്ടിട്ടില്ല എങ്കിൽ കൂടെ ഇങ്ങനെ ഒരു ഡിഫറൻസും കൂടെ ഉണ്ട് പ്രിപ്പോസിഷൻസിലുള്ള ചില മാറ്റങ്ങൾ. ഇനി അതേപോലെ മറ്റൊരു ഡിഫറൻസാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസാണ്. കാരണം കൂടുതൽ ആളുകളോടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. ഹാവ്, ഹാസ്, ഡു, ഡസ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിലുള്ള മാറ്റം. എന്ന് വെച്ചാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുള്ളത് ഷീ ഹാസ് അല്ലെങ്കിൽ ഹീ ഹാസ് എന്ന രീതിയിൽ തന്നെ പറയണം എന്നാണ്. കാരണം അതിനാണ് മാർക്ക് കിട്ടുക. നമ്മൾ PSCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. നമ്മുടെ PSC സീരീസ് നിങ്ങൾ കണ്ടു നോക്കുക, അതിലെല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഹി ഹാസ് എന്ന് തന്നെ പറയണമെന്നാണ്. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അങ്ങനെയില്ല. ഹി ഹാവ് എന്ന് പറയാം. ഓക്കെ,
അതിൽ എന്താ പറയുക ഹാസ് എന്നുള്ളതിൻ്റെ ഉപയോഗം അവർ വളരെ കുറച്ചായിരിക്കും ഉപയോഗിക്കുക. ഇനി അതേപോലെ തന്നെയാണ് ഡു ഡസ് എന്ന് പറയുന്നത്. ഹി സ്ലീപ്സ്, അത് അമേരിക്കൻ ഇംഗ്ലീഷ്. ഇപ്പോൾ നിങ്ങൾ അമേരിക്കൻ സീരീസൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഹി സ്ലീപ്പ് എന്ന് കാണുന്നുണ്ടാവും. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ നേരെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കരുത്. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, ഇത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണോ അതോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്ത ഗ്രാമറ്റിക്കൽ ഡിഫറൻസ് ആണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നത് കൂടുതലും അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിപ്പിക്കുന്നതും അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. അതായത് വിൽ എന്ന വേർഡും ഷാൾ എന്ന വേർഡും ഉണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഐ വി എന്നീ രണ്ട് സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഷാൾ ഉപയോഗിക്കണം എന്നാണ് പറയുക. ഐ ഷാൾ, വി ഷാൾ എന്ന രീതിയിലാണ് പറയുക. ഓക്കെ, എന്നാൽ ഇതിലേക്ക് വരുന്ന സമയത്ത്, അതായത് അമേരിക്കൻ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് എല്ലാ സമയത്തും അവർ വിൽ എന്ന ടേമാണ് ഉപയോഗിക്കുക. വിൽ, ഐ വിൽ, വി വിൽ, ദേ വിൽ, ഹീ വിൽ എന്ന രീതിയിലാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്, ഈ ഷാൾ എന്നുള്ളതിൻ്റെ ഉപയോഗം. എന്നാൽ ഞാൻ വായിച്ചിട്ടുള്ളതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പോൾ ഷാൾ എന്നുള്ളതിൻ്റെ പ്രയോഗം ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നിന്ന് തന്നെ ഒരു 90s നിന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഐ വിൽ എന്ന വേർഡ് ഉപയോഗിക്കാനാണ് കൂടുതലും നമ്മൾ ശ്രമിക്കാറുള്ളത് എന്നാണ്. പക്ഷേ ഈ ഒരു ഡിഫറൻസും അതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഒരു ഡിഫറൻസ് ആണ് സ്പെല്ലിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും. ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ മൊബൈൽ എടുക്കുക, നിങ്ങൾ മൊബൈൽ എടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രഡിക്ഷൻ ഓൺ ആക്കിയതിന് ശേഷം എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഒരു വേർഡ് പറയുകയാണെങ്കിൽ കളർ എന്നുള്ളത്, കളർ നിറം, കളർ എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും നമ്മളൊക്കെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുക COLOUR എന്നാണ്, അല്ലേ? അതാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലുള്ള സ്പെല്ലിങ്സ്. എന്നാൽ നിങ്ങൾക്കത് പ്രഡിക്ഷനിൽ കാണിക്കുന്നത് COLOR ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറൊരു വേർഡാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ PROGRAM എന്ന് മാത്രമേ കാണുകയുള്ളൂ, MME ഉണ്ടാവില്ല. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള സ്പെല്ലിംഗ് അതാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിലുള്ള ഡിഫറൻസാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗാഡ്ജറ്റ്സും മറ്റു കാര്യങ്ങളല്ല, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൽ കൂടുതലും വരുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേണ്ടാത്ത സ്പെല്ലിങ്ങുകളൊന്നും ഇതിലുണ്ടാവില്ല, അമേരിക്കൻ ഇംഗ്ലീഷിലുണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു വേർഡ് പറയാം, കാറ്റലോഗ് എന്നുള്ളതിൽ അവസാനം GUE ഉണ്ടാവും. ശരിക്കും എന്തിനാണ് UEയുടെ ആവശ്യം? അപ്പോൾ അത് കട്ട് ചെയ്തോളൂ, G വരെ ഉണ്ടാവുള്ളൂ അമേരിക്കൻ ഇംഗ്ലീഷിൽ. ഓക്കെ, അതേപോലെ തന്നെയാണ് അവസാനിക്കുന്നത്. ഇപ്പോൾ ചില വേർഡ്സ് അവസാനിക്കുന്നത് ISEയിലായിരിക്കും, ഓർഗനൈസ്, അല്ലേ? ഓർഗനൈസ് എന്ന വേർഡ് അത് ചിലപ്പോൾ IZE ആയിരിക്കും, ZE, ഓർഗനൈസ് എന്ന രീതിയിലായിരിക്കും അത് അമേരിക്കൻ ഇംഗ്ലീഷിൽ സ്പെല്ലിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പെല്ലിങ്ങുകളിലുമുണ്ട് അമേരിക്കനിലും ബ്രിട്ടീഷിലുമുള്ള വ്യത്യാസങ്ങൾ. ഇനി അടുത്ത ഡിഫറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ്. ഇത് ഞാൻ അവസാനത്തേക്ക് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേക്കുറിച്ച് അധികം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറൊന്നും പറയാനുള്ള കുറച്ച് കാര്യമേ ഉള്ളൂ. അതായത് ചില ശബ്ദങ്ങളിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ ചില വേർഡ്സിൻ്റെ ഉച്ചാരണങ്ങളിലും ഉണ്ട് മാറ്റം. ഞാനൊരു എക്സാമ്പിൾ പറയാം, ഷെഡ്യൂൾ എന്ന രീതിയിലാണ് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ഷെഡ്യൂൾ, ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഷെഡ്യൂൾ എന്ന് പറയുന്നത് തെറ്റാണ്, സ്കെഡ്യൂളാണ് പറയേണ്ടത് എന്നുള്ളത്. അങ്ങനെയില്ല, രണ്ടും രണ്ട് ശരിയായ പ്രൊനൗൺസിയേഷൻ തന്നെയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഷെഡ്യൂളാണ് പറയുന്നതെങ്കിലും സ്കെഡ്യൂളാണ് പറയുന്നതെങ്കിലും രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള കുറച്ച് പ്രൊനൗൺസിയേഷൻ ഡിഫറൻസുകൾ നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തേതാണ് ട് എന്ന ശബ്ദം, ടി. ഓക്കെ, ട് ശരിക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട് എന്നുള്ളത് സ്ട്രെസ് ചെയ്ത് പറയണം എന്നാണ് പറയുക. സിറ്റി, അല്ലേ? പിറ്റി എന്ന രീതിയിലുള്ള വേർഡുകളുണ്ട്. എന്നാൽ ഈ ഒരു പ്രൊനൗൺസിയേഷൻ അമേരിക്കൻ പ്രൊനൗൺസിയേഷനിലേക്ക് വരുന്ന സമയത്ത് ടി എന്നുള്ളതിന് അവരധികം സ്ട്രെസ് കൊടുക്കാറില്ല. ഇപ്പോൾ സിറ്റി എന്ന് നമ്മൾ പറയുന്നത് സിറ്റി എന്നായിരിക്കും അതിൽ പറയുക. ഒരു എന്താ പറയുക, ടാ എന്നും ഇല്ല, എന്നാൽ അത് അങ്ങോട്ട് വല്ലാണ്ട് താഴ്ന്നിട്ടുമില്ല, ആ ഒരു രീതിയിലാണ് പറയുക സിറ്റി. ഓക്കെ, കൂടുതൽ സെലിബ്രിറ്റീസും അങ്ങനെ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സിറ്റി. കാരണം അവർ കൂടുതലും അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അതേപോലെ തന്നെയാണ് വാട്ട് എവർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയാണ് പറയുക, വാട്ട് എവർ, അല്ലേ? വാട്ട് എവർ. അവിടെ നമ്മൾ ട് അല്ലെങ്കിൽ ആ ഒരു ശബ്ദം നമ്മൾ കേൾപ്പിക്കാറുണ്ട്. എന്നാൽ വാട്ട് എവർ എന്ന രീതിയിലായിരിക്കും
അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത്. അതേപോലെ തന്നെ വാട്ടർ, വെള്ളം, വാട്ടർ. ഇനി അത് വാട്ടർ എന്ന രീതിയിലായിരിക്കും വരുന്നത്. അവിടെ ഒരു ഡാ പോലെയായിരിക്കും അവരത് ഉച്ചരിക്കുക. ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ വാ എന്ന് കഴിഞ്ഞിട്ട് നിർത്തുക, എന്നിട്ട് എന്ന് പറഞ്ഞാൽ മതി, വോ ആ ഒരു രീതിയിലും പറയാറുണ്ട്. പ്രൊണൗൺസിയേഷൻ ക്ലാസ്സുകളിൽ ഓരോ പറയുന്നതാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ട് എന്ന ശബ്ദത്തിലുള്ള ഡിഫറൻസുകളാണ്. ഇനി അതേപോലെ തന്നെ ഒരു ഡിഫറൻസാണ് ആർ എന്ന ശബ്ദം. ആർ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എപ്പോഴും അത് സൈലൻ്റ് ആണ്. അതങ്ങനെ തന്നെയാണ് നമ്മൾ തുടർന്ന് പോകുന്നതും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മലയാളത്തിൽ നമ്മൾ ശുദ്ധീകരിച്ച് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ആർ എന്ന വേർഡ് ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലേ. ചില ഇപ്പോൾ നിങ്ങൾ കേരളത്തിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് പർസൺ, പ്രാപ്പർട്ടി എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. ഓക്കെ, അത് ഞാൻ കളിയാക്കി പറയാമല്ലോ കേട്ടോ, അത് അങ്ങനെ പറയാറുണ്ട് ചില ആളുകൾ. അതായത് ആ ആർ എന്നുള്ളതിന് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണത്. നമ്മളെ എല്ലാ വേർഡ്സും ഉച്ചരിക്കണം എന്നുള്ള നമ്മുടെ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബിലീഫാണത്. അങ്ങനെ നമ്മൾ അത് അറിയാണ്ട് ചെയ്തു പോകുന്നതാണത്. അപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ആർ എന്ന ശബ്ദം എന്താ പറയുക, എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. അൺലെസ് എപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു വാവൽ സൗണ്ടാണ് വരുന്നത്. ഇപ്പോൾ റെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, റെസ്റ്റ് എടുക്കുക അല്ലേ, റെസ്റ്റ്. ഇനി അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന വേർഡ്, അതിനൊക്കെ നമ്മൾ ആർ ഉച്ചരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ റ, നമ്മുടെ മലയാളത്തിലൊരു ഴ എന്ന രീതിയിലാണത് പറയുക. എന്നാൽ കുറച്ചൊരു റൂഡ് ചേർത്തിട്ടാണ് അതങ്ങനെ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഈ അമേരിക്കൻ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് അത് അവരെപ്പോഴും നമ്മളെ പോലെ തന്നെ ഈ ആർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ആർ സൈലൻ്റ് ആണെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അത് അവർ ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, മോർണിംഗ്, അവിടെ മോർണിംഗ് ആ ഒരു തരത്തിലുള്ള ഉച്ചാരണം അവരവിടെ വരുത്താറുണ്ട്. ആർ അവിടെ റോട്ടിക് സ്പീച്ച് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിൽ ആർ എന്നുള്ളത് അവർ ഉച്ചരിക്കാറുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ആർ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ മറ്റൊരു സംഭവമാണ് ഓ. ഓ എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും തമിഴ് പീപ്പിൾ അവരെപ്പോഴും ഈ ഓ കൊണ്ടുള്ളത് ആ എന്ന രീതിയിൽ പറയാറുണ്ട്. ഇപ്പം ലാഡ്ജ് എന്ന രീതിയിൽ പറയാറുണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. തമിഴ് ആക്ടേഴ്സ് ഇൻ്റർവ്യൂസിൽ എല്ലാം പറയുന്ന സമയത്ത് ഷാർട്ട് ആയിடுச்சுன்னு சொன்னார், ഷാർട്ട് എന്നാണ് അവർ പറയുക അല്ലേ. ഇനി അതേപോലെ ലാഡ്ജ്, ഓക്കെ, ഹാർട്ട്, ரொம்ப ഹാർട്ടാണ് ഇருக்கு എന്ന രീതിയിലൊക്കെയാണ് അവർ പറയാറുള്ളത്. അത് ആ ഒരു വേ ഓഫ് അവരുടെ സംസാരത്തിൻ്റെ ഒരു രീതിയാണ്, അവരുടെ മദർ ടങ്ങിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണത്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലാറ്റായിട്ട് ആ എന്ന രീതിയിലല്ല എങ്കിൽ കൂടെ ഹോട്ട്, പോട്ട്, ലോട്ട് എന്നിങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സംസാരിക്കുന്നത്. അതായത് ട്രംപ് സംസാരിക്കുന്ന സമയത്ത് ഹാർട്ട്, പാറ്റ്, ലാറ്റ് എന്ന രീതിയിലായിരിക്കും പറയാറുണ്ടാവും. അതായത് അതൊരു ഫ്ലാറ്റ് ആ അല്ല, പക്ഷേ ഒരു ചെറിയൊരു ഡീവിയേഷൻ അതിൽ നിന്നുണ്ടാവും ഹോട്ട് എന്ന് പറയുന്നതിന് പകരമായിട്ട്. അപ്പോൾ പ്രൊണൗൺസിയേഷനിലുള്ള ഡിഫറൻസുകൾ ഇതാണ്. അപ്പോൾ ഇത്രയും ഡിഫറൻസുകൾ പ്രൊണൗൺസിയേഷനിലും വരുന്നുണ്ട്. നമ്മൾ ഇത്രയും പ്രൊണൗൺസിയേഷനിൽ ഡിഫറൻസുകൾ പറഞ്ഞു, ഇനി സ്പെല്ലിങ്ങിൽ ഡിഫറൻസ് പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റ് മിസ്സാവരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വൊക്കാബുലറി ഡിഫറൻസ് പറഞ്ഞു, ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഡിഫറൻസുകൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. ഇത് അറിയാണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടാവുക എന്നല്ലാണ്ട് പിന്നെ അത് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് ക്യാച്ച് ചെയ്യാൻ, അത് നമുക്ക് ഡൈജസ്റ്റീവ് ആവില്ല. അതെങ്ങനെയാണ് അത് അങ്ങനെ വരുന്നതെന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ നമുക്ക് കൂടുതലും നല്ലത് എന്താണ്, ഈ ഇത്തരത്തിലുള്ള ഡിഫറൻസുകൾ മനസ്സിലാക്കുകയും അതിന് ഒരു വാശിയോ ഒരു ശാഠ്യമോ ഇല്ലാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ചില നിബന്ധനകളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴാണ് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രം പോരാ, എല്ലാം കറക്റ്റാണോ അതാവണമെന്ന് പറഞ്ഞാൽ അതിന് കുറേ സമയമെടുക്കും. കറക്റ്റ് ആവില്ല എന്നല്ല ഞാൻ പറയണത്, അത് കുറേ സമയമെടുക്കും. കാരണം ഓരോ എന്താ പറയുക ഫാക്ടേഴ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്ത് അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. നേരെ മറിച്ച് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഞാനൊക്കെ ഇപ്പോൾ കൂടുതലും അമേരിക്കൻ ആയിട്ടുള്ള ഇംഗ്ലീഷാണ് കൂടുതലും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കാരണം ഇത് പഠിപ്പിക്കുമ്പോഴും കോൺഫിഡൻസ് ആണ്, അത് പഠിക്കുമ്പോഴും കോൺഫിഡൻസ് ആണ്,
അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ നല്ലതുമാണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കഠിനമാണെങ്കിൽ കൂടെ അതും പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് ചീത്തതാണെന്നോ ഒന്ന് നല്ലതാണെന്നോ ഒന്നുമല്ല ഞാൻ പറയണത്. എന്തായാലും ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് ശേഷം മാത്രം നമ്മുടെ ഇംഗ്ലീഷ് പഠനത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്.